അമേരിക്കയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അടക്കമുള്ള കുടിയേറ്റക്കാരെ കാത്തിരിക്കുന്നത് എക്കാലത്തെയും വലിയ പ്രതിസന്ധിയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വാക്ക് പാലിച്ചിരിക്കുകയാണെന്ന് പറയണം. പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ. നിങ്ങൾ സ്വയം നാട് വിട്ടു പോകൂ, ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം. ഇതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ മുദ്രാവാക്യം. CBC ഹോം മൊബൈൽ ആപ്പ് ഇതുവഴി രജിസ്റ്റർ ചെയ്താൽ കയ്യിൽ കിട്ടുന്നത് ഏകദേശം 2,15,000 രൂപ, $2,600. കേൾക്കുമ്പോൾ ഇതൊരു ലോട്ടറി പോലെ തോന്നാം. പക്ഷേ ഇതിന്റെ പിന്നിൽ വലിയൊരു ഭീകരത ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് സ്റ്റേ ഔട്ട് ആൻഡ് ലീവ് നൗ ക്യാമ്പയിൻ? ആർക്കൊക്കെയാണ് ഈ പണം ലഭിക്കുന്നത്? അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? പരിശോധിക്കാം. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി DHS സെക്രട്ടറി ക്രിസ്റ്റി നിയോം കഴിഞ്ഞ ദിവസമാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ട്രംപ് അധികാരമേറ്റ ആദ്യ 200 ദിവസത്തിനുള്ളിൽ മാത്രം ഏകദേശം 16 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെയാണ് അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയത്. ഇത് വെറുമൊരു കണക്കല്ല, ഒരു വലിയ ക്ലീനപ്പ് ഓപ്പറേഷനാണ്. ഇതിന്റെ അടുത്ത ഘട്ടമായിട്ടാണ് $200 മില്യൺ ചിലവിട്ട് നടപ്പിലാക്കുന്ന സ്റ്റേ ഔട്ട് ആൻഡ് ലീവ് നൗ ക്യാമ്പയിൻ. ഇതിലൂടെ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് അനധികൃതമായി രാജ്യത്ത് തുടരുന്ന ഇന്ത്യ, ചൈന, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ്. മര്യാദയ്ക്ക് പോയാൽ പണം തരാം, അല്ലെങ്കിൽ പിടിച്ചുകെട്ടി നാട് കടത്തുമെന്ന വ്യക്തമായ സന്ദേശമാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിന്റെ ഓഫറുകൾ എന്നൊന്ന് നോക്കാം. ഇതിന്റെ സെൽഫ് ഡീപ്പോർട്ടേഷൻ എന്നാണ് ശരിക്കും വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓഫർ ഇതാണ്: $2,600 എക്സിറ്റ് ബോണസ്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് നാട് വിടാൻ തയ്യാറാണെന്ന് അറിയിച്ചാൽ ഏകദേശം $2,600 ബോണസ് ആയിട്ട് ലഭിക്കും. നാട്ടിലെത്തുമ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇത് സഹായിക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. രണ്ടാമത്തേത് കോസ്റ്റ് ഫ്രീ ട്രാവൽ. വിമാന ടിക്കറ്റും മറ്റും പണം കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്ക് സർക്കാർ വക സൗജന്യ യാത്ര. $1 പോലും ചിലവില്ലാതെ സ്വന്തം നാട്ടിലെത്താം. ഇനി മൂന്നാമത്തേത് നോ അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ. ഏറ്റവും വലിയ ആശ്വാസം ഇത് തന്നെയാണ്. നിങ്ങളെ ഒരു കുറ്റവാളിയെ പോലെ അറസ്റ്റ് ചെയ്യില്ല, കൈവിലങ്ങ് വെക്കില്ല. ഒരു സാധാരണ ട്രാവലറെ പോലെ മാന്യമായി നിങ്ങൾക്ക് വിമാനം കയറാം. ഇനി നാലാമത്തേതായിട്ട് ഫൊർഗീവ്നെസ് ഓഫ് ഫൈൻസ്. അതായത് പലർക്കും നാട് വിടാൻ ഉത്തരവ് കിട്ടിയിട്ടും പോകാത്തതിന് വൻ തുക പിഴ അടയ്ക്കാനുണ്ടാകും. ഈ പ്രോഗ്രാമിൽ ചേർന്നാൽ ആ പിഴകളെല്ലാം സർക്കാർ വേണ്ട എന്ന് വെക്കും. ഇനി ഇത്രയും കാശ് അല്ലെങ്കിൽ പണം കിട്ടുമെന്ന് കേട്ട് ആരും ചാടി പുറപ്പെടേണ്ട. ഇതിൽ മറഞ്ഞിരിക്കുന്ന ആ വലിയ ട്വിസ്റ്റ് ഇതാണ്: ഇത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർക്ക് മാത്രമുള്ളതാണ്. നിങ്ങളൊരു സാധാരണ കുടിയേറ്റക്കാരനാണെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കും. പക്ഷേ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ നേരെ ജയിലിലേക്കും അവിടെ നിന്ന് നിർബന്ധിത നാട് കടത്തലിലേക്കും പോകും. ഈ പ്രക്രിയ മുഴുവൻ നടക്കുന്നത് ഒരു മൊബൈൽ ആപ്പ് വഴിയാണ്, CBC ഹോം മൊബൈൽ ആപ്പ്. ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും സെക്യൂരിറ്റി ഏജൻസികൾക്ക് കൈമാറപ്പെടും. അവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ ഈ ആപ്പിൽ വിവരങ്ങൾ നൽകിയാൽ നിങ്ങൾ അമേരിക്കയിൽ എവിടെയുണ്ട് എന്ന് ഗവൺമെന്റിന് കൃത്യമായി അറിയാം. ഒരു വശത്ത് സേഫ് ആൻഡ് ഓർഡർലി ഡിപ്പാർച്ചർ എന്ന് വിളിക്കുമ്പോഴും മറുവശത്ത് ഇത് കുടിയേറ്റക്കാരെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ് എന്ന് പല മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നുണ്ട്. ഭയമില്ലാതെ പോകൂ എന്ന് സർക്കാർ പറയുമ്പോഴും വർഷങ്ങളോളം അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതൊരു വലിയ ഭീതിയാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളിലാണ്. US-ൽ ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ, വർഷങ്ങളായി ടാക്സ് അടച്ച് ജീവിക്കുന്നവരും ഇവരൊക്കെ ഇപ്പോൾ ഈ ഒരു $2,200 വാങ്ങി രാജ്യം വിടണോ അതോ പിടിക്കപ്പെടുന്നത് വരെ ഒളിച്ചു താമസിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ്. സെക്രട്ടറി ക്രിസ്റ്റി നിയോം പറയുന്നത് കുടിയേറ്റക്കാർ പോകുന്നതോടെ അമേരിക്കൻ സ്കൂളുകളിലെയും ആശുപത്രികളിലെയും തിരക്ക് കുറയുമെന്നും അമേരിക്കക്കാർക്ക് കൂടുതൽ ജോലികൾ ലഭിക്കുമെന്നുമാണ്. മാസീവ് ടാക്സ് പേയേഴ്സ് സേവിങ്സ് എന്നാണ് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ സേവിങ്സിന് പിന്നിൽ തകരുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 50,000 പേർ ഇതിനോടകം ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കൊളംബിയയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം കുത്തനെ കുറയുന്നുണ്ട്. മറ്റു റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും IC റെയ്ഡുകൾ ശക്തമാക്കിയിരിക്കുകയാണ്. ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യാത്തവരെ പിടികൂടി മാസ് ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് മാറ്റാനാണ് ട്രംപിന്റെ ഉത്തരവ്. അതുപോലെ ജോലി സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അനധികൃതമായി ആർക്കെങ്കിലും ജോലി നൽകിയാൽ ആ കമ്പനികൾക്ക് വൻ തുക പിഴ ചുമത്തും. ഇനിയുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. ഇന്ത്യൻ ഗവൺമെന്റ് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് പുനരധിവാസ പദ്ധതികൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ് സൂചന. എങ്കിലും ഇത്രയും വലിയൊരു ജനവിഭാഗം പെട്ടെന്ന് തിരിച്ചെത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. $2,600 വാങ്ങി മാന്യമായി രാജ്യം വിടുന്നതാണോ അതോ അമേരിക്കയിൽ പിടിക്കപ്പെടാതെ തന്നെ തുടരുന്നതാണോ ബുദ്ധി? ഒരു വശത്ത് $2,600 ചെക്ക്, മറുവശത്ത് സ്വന്തം സ്വപ്നങ്ങളുടെ പടിയിറക്കം. ട്രംപ് ഭരണകൂടം ഇതിനെ സേഫ് ഓർഡർലി ഓൾട്ടർനേറ്റീവ് എന്ന് വിളിക്കുമ്പോഴും പ്രവാസികളെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ഹാൻഡ് ഷേക്ക് ആണോ അതോ എക്സിറ്റ് ട്രാപ്പ് ആണോ എന്നതാണ് വലിയ ചോദ്യം. ട്രംപിന്റെ ഈ സെൽഫ് ഡീപ്പോർട്ടേഷൻ പ്ലാൻ വിജയിക്കുമോ? ഒരു കാര്യം ഉറപ്പാണ്: അമേരിക്കയുടെ വാതിലുകൾ ഇപ്പോൾ പതുക്കെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റക്കാരുടെ പറുദീസ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജ്യം ഇന്ന് സ്റ്റേ ഔട്ട് ആൻഡ് ലീവ് നൗ എന്ന പോസ്റ്ററുകൾ തൂക്കുകയാണ്.
അമേരിക്കയിൽ നിന്ന് ഇതിനോടകം 1.6 മില്യൺ ആളുകൾ പുറത്തായി കഴിഞ്ഞു. ഭയപ്പെടുത്തി പുറത്താക്കുന്നതിനേക്കാൾ പണം നൽകി പറഞ്ഞു വിടുന്നതാണ് ലാഭകരമെന്ന ഒരു കൃത്യമായ ബിസിനസ് ബുദ്ധിയാണ് ഇവിടെ ട്രംപ് പ്രയോഗിക്കുന്നത്. പക്ഷെ വർഷങ്ങളോളം ആ രാജ്യം കെട്ടിപ്പടുക്കാൻ വിയർപ്പൊഴുക്കിയ സാധാരണക്കാരന്റെ വേദന ഈ ഒരു $2,600 ഒതുങ്ങുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇന്നത്തെ ഈ ഒരു ലോകത്ത് അതിരുകൾ കൂടുതൽ കടുപ്പമേറിയതാവുകയാണ്. ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചിരുന്നവർ ഇപ്പോൾ ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കുകയാണ്. ഇത് അമേരിക്കയുടെ മാത്രം കഥയല്ല, ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു സൂചന കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.